Divisional Accountant Officer, Important Question Discussion, Chapter 9, Part 6. Method of Payment of Wages. അപ്പോൾ നമ്മൾ ഇന്നത്തെ പാർട്ടിൽ നോക്കുന്നത് മെത്തേഡ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് വേജസ് ആണ് നോക്കുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ 58ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ഗ്രൂപ്പ് ബോണസ് സിസ്റ്റം? എന്താണ് ഗ്രൂപ്പ് ബോണസ് സിസ്റ്റം? എന്താണ് ഗ്രൂപ്പ് ബോണസ് സിസ്റ്റം? എ ബോണസ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് കളക്റ്റീവ് പ്രൊഡക്ഷൻ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ ഇൻഡിവിജ്വൽ മെമ്പർ ഓഫ് ദ ഗ്രൂപ്പ് ഓഫ് സെയിം എഗ്രീഡ് ബേസിസ്. അപ്പം ബോണസ് ഗ്രൂപ്പ് എങ്ങനെയാണ്? ബോണസ് ഗ്രൂപ്പ് ഇസ് കാൽക്കുലേറ്റഡ്. ബോണസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓൺ ദ ബേസിസ് ഓഫ് കളക്റ്റീവ് പ്രൊഡക്ഷൻ. ഒരു കളക്റ്റീവായിട്ടുള്ള പ്രൊഡക്ഷനിൽ നിന്നാണ് ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്താ ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സിനാണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്. നമ്മൾ ഗ്രൂപ്പായിട്ട് വർക്കേഴ്സിന് ഒരു 10 പേരുള്ള ഗ്രൂപ്പാണെങ്കിൽ 10 പേരെയും വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇൻഡിവിജ്വലായിട്ട് എന്ത് ചെയ്യും? ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് എന്താണ്? സെയിം ബേസിസിൽ തന്നെയാണ് എന്ത് കിട്ടുന്നത്? ബോണസ് കിട്ടുന്നത്. അപ്പം അവിടെ ഒരു ഇൻഡിവിജ്വൽ വർക്കൊന്നും നോക്കുന്നില്ല, ആ ഗ്രൂപ്പ് ചെയ്ത വർക്കിനെ നോക്കിയിട്ട് എന്താ ഇൻഡിവിജ്വലായിട്ട് ബോണസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനെയാണ് ഗ്രൂപ്പ് ബോണസ് സ്കീം എന്ന് പറയുന്നത്. വാട്ട് ഈസ് കോ പാർട്ട്ണർഷിപ്പ്? അടുത്ത 59ാമത്തത് വാട്ട് ഈസ് കോ പാർട്ട്ണർഷിപ്പ്? ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോണിറ്ററി ഇൻസെൻറ്റീവ് സ്കീം അണ്ടർ വിച്ച് വർക്കേഴ്സ് ആർ ഗിവൺ ഓപ്പർച്യൂണിറ്റി ടു ഹാവ് എ ഷെയർ ക്യാപിറ്റൽ, പ്രോഫിറ്റ് ആൻഡ് കൺട്രോൾ ഓഫ് ബിസിനസ് ഇൻ വിച്ച് ദേ ആർ എംപ്ലോയിഡ്. അപ്പോൾ എന്താണ് കോ പാർട്ട്ണർഷിപ്പ്? ഇപ്പം നമ്മുടെ ഫേമിന് അത് ഈ വർക്കേഴ്സിന് ഒരു കോ പാർട്ട്ണർഷിപ്പ് കൊടുക്കുവാണ്. അവരുടെ കമ്പനിയുടെ ഒരു ഷെയർ ക്യാപിറ്റലോ അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ടോ ഒക്കെ ആക്കിക്കൊണ്ട് അവരെ എന്ത് ചെയ്യുന്നുണ്ട്? അവരൊരു ബിസിനസ്സിൻ്റെ പാർട്ടാക്കുന്നുണ്ട്. മോണിറ്ററി ഇൻസെൻറ്റീവ് തന്നെയാണ് അത്. നമുക്ക് പണപരമായിട്ട് നമുക്ക് അളക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും? ആ വർക്കേഴ്സിനൊരു ബിസിനസ്സിനകത്തൊരു കൺട്രോൾ കൊണ്ടുവരാൻ പറ്റും. അവരുടേത് കൂടെയാണ് ബിസിനസ് എന്ന് തോന്നിക്കൊണ്ട് അവർക്കത് വർക്ക് ചെയ്യാൻ പറ്റും. അതിനെയാണ് കോ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. 60 വാട്ട് ഐ പ്രോഫിറ്റ് ഷെയർ സ്കീം? എന്താണ് ഐ പ്രോഫിറ്റ് ഷെയറിംഗ് സ്കീം? ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോണിറ്ററി ഇൻസെൻറ്റീവ് സ്കീം അണ്ടർ വിച്ച് ദ വർക്കേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദി ബിസിനസ് അറ്റ് ആൻ എഗ്രീഡ് റേറ്റ് ഇൻ അഡീഷൻ ടു ദെയർ വേജ്. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത്? ഐ പ്രോഫിറ്റ് ഷെയറിങ്. അപ്പോൾ ഇതും നമുക്ക് എന്താണ്? മോണിറ്ററി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്കീമാണ്. അണ്ടർ ദി സ്കീം വർക്കേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു ഷെയർ. അവർ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നുണ്ട്. എന്താണ്? ഒരു എഗ്രീഡ് റേറ്റിലാണ് പക്ഷേ അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. അത് വേജസിന് പുറമെയാണ് അവർ ആ എഗ്രീഡ് റേറ്റിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. അതിനെയാണ് ഐ പ്രോഫിറ്റ് ഷെയറിങ് സ്കീം എന്ന് പറയുന്നത്. വേജിന് പുറമെ എഗ്രീഡ് പെർസെൻറ്റേജിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നതിനാണ് ഐ പ്രോഫിറ്റ് ഷെയറിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 61 വാട്ട് ഈസ് ഫ്രഞ്ച് ബെനഫിറ്റ്? എന്താണ് ഫ്രഞ്ച് ബെനഫിറ്റ്? ഇറ്റ് ഈസ് എ നോൺ മോണിറ്ററി ബെനഫിറ്റ് ഗിവൺ ടു ദ എംപ്ലോയീസ് ഓവർ ആൻഡ് എബോവ് ദ ഗ്രോസ് വേജ്. അപ്പോൾ ഗ്രോസ് വേജിന് പുറമെ നമുക്ക് കൊടുക്കുന്ന ഒരു ബെനഫിറ്റാണ്. അതിനെ മോണിറ്ററി എന്ന് പറയാൻ പറ്റത്തില്ല, നോൺ മോണിറ്ററി ആണ്. എംപ്ലോയീസിനെ കൊടുക്കുന്ന നോൺ മോണിറ്ററി ബെനഫിറ്റ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഫ്രൈറ്റ് ബെനഫിറ്റ്സ് എന്ന്. അത് എന്താണ്? ഗ്രോസ് പ്രോഫിറ്റിനേക്കാൾ എബവ് ആയിരിക്കും. അടുത്തത് എക്സാമ്പിൾസ് ഫോർ 62 എക്സാമ്പിൾസ് ഫോർ ഫ്രൈറ്റ് ബെനഫിറ്റ്സ്. ഫ്രീ ആൻഡ് കൺസെഷണൽ മെഡിക്കൽ ഫെസിലിറ്റീസ്. മെഡിക്കൽ ഫെസിലിറ്റീസ് ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് വർഷത്തിലൊരു തവണ മെഡിക്കൽ ചെക്കപ്പുകളൊക്കെ നടത്തും എംപ്ലോയീസിന്. ലീവ് വിത്ത് പേ ആൻഡ് ട്രാവൽ കൺസെഷൻസ് ഓർ അലവൻസസ്. നമുക്ക് ലീവ് എടുക്കാം, പക്ഷേ അന്നത്തെ ദിവസം പേയ്മെൻറ്റ് കിട്ടും. പിന്നെന്താ? ട്രാവലിംഗ് അലവൻസസ് ഒക്കെ കിട്ടും. അത് പക്ഷേ മോണിറ്ററി ആണോ എന്ന് ചോദിച്ചാൽ അല്ല, നോൺ മോണിറ്ററി ആണ്. പിന്നെന്താണ്? ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടുന്നുണ്ട്, ഹൗസിംഗ് ഫെസിലിറ്റീസ് കിട്ടുന്നുണ്ട്, റിക്രിയേഷണൽ ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്, സബ്സിഡിയറീസ് കൊടുക്കുന്നുണ്ട്, ട്രാവലിംഗ് ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. അറ്റൻഡ് വർക്ക്, ട്രാവലിംഗ് വർക്ക്. ഇപ്പോൾ ഈ ഒരു മാനുഫാക്ചറിങ് ഫേം അവർക്ക് വേറൊരു സ്ഥലത്തൊരു മാനുഫാക്ചേഴ്സ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അവിടത്തേക്ക് ട്രാവൽ ചെയ്യുന്നതിന് ആ ട്രാവൽ അലവൻസ് കൊടുക്കുന്നുണ്ട്. ലോങ് സർവീസസ് അവാർഡ് കൊടുക്കുന്നുണ്ട്. ദൂര സ്ഥലങ്ങളിൽ പോയി സർവീസ് എടുക്കുന്നതിനൊക്കെ അവാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഒരു നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് ആയിട്ട്. ഇപ്പം ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് വർക്കേഴ്സിൻ്റെ ചിൽഡ്രൻസിനൊക്കെ. അപ്പോൾ അതൊക്കെ എന്താണ്? ഒരു നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് ആണ്. അതിനെ ഫ്രഞ്ച് ബെനിഫിറ്റ്സ് എന്നാണ് പറയുന്നത്. 63 വാട്ട് യു മീൻ ബൈ പേറോൾ ഓർ വേജ് ഷീറ്റ്? എന്താണ് പേറോള്, വേജ് ഷീറ്റ്? അപ്പം നമുക്ക് നോക്കാം എന്താണ് പേറോൾ ആൻഡ് വേജ് ഷീറ്റ്. പേറോൾ ഈസ് periodical statement of the employee showing a gross wage earned by each worker, deduction from the gross wage and net wage
പേബിൾ ടു ഈച്ച് വർക്കേഴ്സ്. അപ്പം പേറോൾ എന്ന് പറയുന്ന ഒരു പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് എംപ്ലോയീസിൻ്റെ ഒരു ഫേമിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് പേറോൾ എന്ന് പറയുന്നത്. അതെന്താണ് ഷോ ചെയ്യുന്നത്, എന്താണ് കാണിക്കുന്നത്? ഗ്രോസ് വേജസ് ആണ്. ആ ഒരു വർക്കർ ഏൺ ചെയ്യുന്ന ഗ്രോസ് വേജിനെയാണ് കാണിക്കുന്നത്. എല്ലാ ഡിഡക്ഷൻസ് ഫ്രം ഗ്രോസ് വേജസ് ആൻഡ് നെറ്റ് വേജ് പേബിൾ ടു ദ വർക്കേഴ്സ്. ഗ്രോസിൽ നിന്നും എല്ലാം ഡിഡക്റ്റ് ചെയ്ത് അതിൻ്റെ നെറ്റ് എത്രയാണോ നെറ്റ് എമൗണ്ട്, ആക്ച്വൽ എമൗണ്ട് വർക്കറിന് കിട്ടുന്നത് അത് കാണിക്കുന്ന ഒരു വർക്ക് ഷീറ്റിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വേജ് ഷീറ്റ് അഥവാ പേറോൾ എന്ന്. അതെല്ലാ ഓർഗനൈസേഷനും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് 64, വാട്ട് ഈസ് ഐഡിയൽ ടൈം? എന്താണ് ഐഡിയൽ ടൈം? ഇറ്റ് ഈസ് ദ ടൈം സ്പെൻഡ് ബൈ ദ വർക്കർ വിത്ത് ഇൻ ദ ഓർഗനൈസേഷൻ ഡ്യൂറിങ് വിച്ച് ഹീ പ്രൊഡ്യൂസ്ഡ് നത്തിങ് ബട്ട് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ബൈ ദ എംപ്ലോയർ ആസ് യൂഷ്വൽ. അതായത് ഒരു വർക്കർ ഒരു ഓർഗനൈസേഷനിൽ ഒന്നും ചെയ്യുന്നില്ല, അയാൾ അവിടെ ഐഡിയലായിട്ടിരിക്കുക, ചുമ്മാ ഇരിക്കുക. പക്ഷേ അയാൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. എംപ്ലോയർ യൂഷ്വലി കൊടുക്കുന്ന പേയ്മെൻറ്റ് വേജ് കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു വെറുതെ ഇരിക്കുന്ന ടൈമിനെ ഒന്നും ചെയ്യാതിരിക്കുന്ന ടൈമിനെ, വർക്കർ ഒന്നും ചെയ്യാതിരിക്കുന്ന ടൈമിനെയാണ് ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. 65, ദ ടൈം എ വർക്കർ വർക്ക്സ് ഓവർ ആൻഡ് എബോവ് ദ നോർമൽ വർക്കിംഗ് ഈസ് കോൾഡ് ഡാഷ്. ഒരു വർക്കർ അയാളുടെ സ്റ്റാൻഡേർഡ് വർക്കിനേക്കാളും കൂടുതൽ, നോർമൽ വർക്കിനേക്കാളും കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നതിനെ പറയുന്നത് എന്താണ്? ഓവർ ടൈം എന്നാണ്. ഓവർ ടൈം ഡ്യൂട്ടിയൊക്കെ എടുക്കുന്ന ഒരുപാട് വർക്കേഴ്സുണ്ട്. അപ്പോൾ അതിനെന്ത് കിട്ടും? എക്സ്ട്രാ പേയ്മെൻറ്റ് കിട്ടും. നെക്സ്റ്റ് 66, ദോസ് ഹൂ വർക്ക് ഔട്ട്സൈഡ് ദ ഫാക്ടറി പ്രിമിസസ് ആർ കോൾഡ്. അപ്പം ഫാക്ടറി പ്രിമിസസിൻ്റെ ഔട്ട്സൈഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ എന്താ പറയുന്നത്? ഫീൽഡ് വർക്കേഴ്സ് അഥവാ ഔട്ട്സൈഡ് വർക്കേഴ്സ് എന്നാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ്റെ അകത്തും പുറത്തും വർക്കേഴ്സ് ഉണ്ടാവും. ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് എംപ്ലോയീസ് ഇല്ലേ, അപ്പോൾ അവരെ വിളിക്കുന്ന പേരാണ് ഔട്ട്സൈഡ് വർക്കേഴ്സ് അഥവാ ഫീൽഡ് വർക്കേഴ്സ്. 67, വാട്ട് യു മീൻ ബൈ കാഷ്വൽ വർക്കേഴ്സ്? എന്താണ് കാഷ്വൽ വർക്കേഴ്സ്? കാഷ്വൽ വർക്കേഴ്സ് ആർ ദോസ് വർക്കേഴ്സ് ഹു ആർ നോട്ട് ഓൺ ദ payroll of the factory but are engaged usually whenever there is an extra work in the ഫാക്ടറി ഓൺ വെൻ ഈവൻ റെഗുലർ വർക്ക് ആർ ആബ്സെൻറ്റ്. അപ്പോൾ കാഷ്വൽ വർക്കർ എന്ന് പറഞ്ഞാൽ ആരാണ്? അവർ പേപ്പർ വർക്ക്, നമ്മുടെ ഓർഗനൈസേഷനിലെ പെർമനൻറ്റ് എംപ്ലോയി ആയിരിക്കില്ല. അവരെന്താ പേറോളിലൊന്നും അവരെ കാണിക്കത്തില്ല. അവർ പക്ഷേ നമ്മുടെ ഒരു പാർട്ടാണ്, നമ്മുടെ ഫാക്ടറിയുടെ ഒരു പാർട്ട് തന്നെയാണ്. എപ്പോഴെങ്കിലും ഒരു റെഗുലർ വർക്ക് പെൻഡിങ് ആവുകയാണെങ്കിലോ, അല്ലെങ്കിൽ റെഗുലർ എംപ്ലോയി ആബ്സെൻ്റ് ആവുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ വർക്ക് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിലോ ഈ കാഷ്വൽ വർക്കേഴ്സിനെ വിളിച്ചാൽ അവർ ചെയ്തു തരും. നമ്മൾ പേപ്പറിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫാക്ടറിയിൽ വന്ന് വർക്ക് ചെയ്യണ്ട, കാഷ്വലായിട്ട് വന്ന് പോയാൽ മതി. അങ്ങനെയുള്ള വർക്കേഴ്സിനെയാണ് കാഷ്വൽ വർക്കേഴ്സ് എന്ന് പറയുന്നത്. 68, ദ വേജ് പെയ്ഡ് ടു കാഷ്വൽ വർക്കർ ഈസ് ട്രീറ്റഡ് ആസ് ഫാക്ടറി ഓവർ ഹെഡ് എക്സ്പെൻസസ്. അപ്പോൾ നമ്മുടെ കാഷ്വൽ വർക്കേഴ്സിന് കൊടുക്കുന്ന വേജിനെ നമ്മൾ എവിടെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഫാക്ടറി ഓവർ ഹെഡ് എക്സ്പെൻസസിലാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. ഫാക്ടറി ഓവർ ഹെഡ് എക്സ്പെൻസസിലാണ് നമ്മൾ കാഷ്വൽ വർക്കേഴ്സിൻ്റെ വേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് മെത്തേഡ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് വേജസ് ആണ്. നമ്മുടെ ടൈലേഴ്സിൻ്റെത് പഠിച്ചു, മാർക്സിൻ്റെ പഠിച്ചു, ഗാൻസ് ടാസ്ക് ആൻഡ് ബോണസ് പ്ലാൻ പഠിച്ചു, ഹസ്ലി വേവ്സിൻ്റെയൊക്കെ പഠിച്ചു. പിന്നെന്താ ഫ്രഞ്ച് ബെനഫിറ്റ്സിനെ പറ്റി പഠിച്ചു. ഇൻസെൻറ്റീവ് പ്ലാൻ അഥവാ പ്രീമിയം ബോണസ് സിസ്റ്റത്തെ പഠിച്ചു. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോണസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഫ്രീ ബോണസ് എന്താണെന്ന് പഠിച്ചു. പിന്നെ കോ പാർട്ട്ണർഷിപ്പ് പഠിച്ചു. പ്രോഫിറ്റ് ഷെയറിംഗ് സ്കീം എന്താണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ച പേറോളും വേജ് ഷീറ്റും. ഐഡിയൽ ടൈം എന്താണെന്ന് നോക്കി. ആരാണ് കാഷ്വൽ വർക്കർ എന്ന് നോക്കി. കാഷ്വൽ വർക്കേഴ്സിൻ്റെ വേജ് എവിടെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് നോക്കി. ഓവർ ഹെഡ് എക്സ്പെൻസസിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? കാഷ്വൽ വർക്കേഴ്സിൻ്റെത് കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.